ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമല്ലേ? അപ്പോൾ അതാ ഇന്ന് നമ്മുടെ മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം തേങ്ങാച്ചോറാട്ടോ. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അത്ര വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് ദാ കുക്കർ വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, സവാള വഴറ്റുക. വളരെ കുറച്ച് സവാള മതി, അതിന് മാത്രം സവാളയൊന്നും വേണ്ട. കുറച്ച് സവാള എടുത്ത് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതിന് മെയിനായിട്ട് വേണ്ടത് ജീരകവും ഏലക്കയാണ്. ഏലക്ക ആഡ് ചെയ്യുക കുറച്ച്, അതുപോലെ തന്നെ പെരിഞ്ചീരകമാണ് ആഡ് ചെയ്യേണ്ടത്. സത്യത്തിൽ ആ സംഭവം എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ആഡ് ചെയ്തു. അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവറാണ് മെയിനായിട്ട് തേങ്ങാച്ചോറിന് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നന്നായിട്ട് വേണം തേങ്ങാച്ചോറിന്. യെല്ലോയിഷ് കളറാണ് തേങ്ങാച്ചോറിന് പറയുമ്പോൾ തന്നെ, അതുകൊണ്ട് തന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. ഒത്തിരിയല്ല, എന്നാലും കുറച്ച് വേണം. പിന്നെ അതാ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ അതാ സാദാ മട്ടരിയാണ്, ജയരി, സൂര്യകരി ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ സാദാ മട്ടരി ഉള്ളതുകൊണ്ട് അത് വെച്ചുണ്ടാക്കി. പിന്നെ അതാ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ വെള്ളവും, അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും പിഴിഞ്ഞ് ഒഴിച്ച്, പിന്നെ അതാ 2-3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡി ആയിട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുവാണ്. എണ്ണ ഒഴിച്ചു, ദാ ഹോൾ സ്പൈസസ് ഇട്ടു, പിന്നെ ദാ കുറച്ച് സവാള. ഞങ്ങൾക്കെല്ലാം വളരെ കുറച്ച് മതി, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ, മീൻസ് അക്സും ഉള്ളൂ, അതുകൊണ്ട് എല്ലാം കുറച്ചാണ് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ അതാ പിന്നെ എനിക്ക് കുറച്ച് പനിയുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി അതിന്. പിന്നെ അതാ ചിക്കൻ കറി വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഞാൻ റെസിപ്പി പറയണമൊന്നുമില്ല. എല്ലാവരും സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഈ വക സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു നുള്ള വെള്ളം ഒഴിച്ച് 2 വിസിലടിക്കുന്നു, സംഭവം റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് വറവിടുന്നുണ്ട്. അത് എണ്ണ ഒഴിച്ച് കരിവേപ്പിലയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇങ്ങനെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു നുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനത് ഒന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ചായി അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അത് മാത്രമാണ് ഒരു സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ചിക്കൻ കറി സെയിം തന്നെയാണ്. ഇതാ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാനായിട്ട് മസാല തേക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. അതിനെന്താ സാധാ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ ആഡ് ചെയ്ത് ഞാൻ മറന്നു. ഞാനിതാ വീഡിയോ നോക്കിയിട്ട് പറയട്ടെ. പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് തൈരിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് നാരങ്ങ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് സംഭവം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൻ്റെ അകത്തൊരു ഏകദേശം ഒരു 1 അവർ ഞാൻ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. മീൻസ് ഇതൊന്ന് മിക്സ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചത് സംഭവം. പിന്നെ എൻ്റെ സൗണ്ട് വളരെ മോശമായല്ലേ ഗൈസ്, സോറി കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കനൊക്കെ പൊരിക്കുന്നു. ചിക്കൻ പൊരിച്ച് ചോറ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ചിക്കനൊക്കെ പൊരിക്കട്ടെ, അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഞാൻ തേങ്ങാച്ചോറും ചിക്കനും സാലഡും അച്ചാറൊക്കെ ആയിട്ട് സെറ്റായി ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ.